നവഗ്രഹം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ തൃതീയ സ്കന്ധത്തിലുള്ള വിഷ്ണുവിൻ്റെ ദേവീ സ്തുതി ആണ് വായിച്ചത്. ഈ അധ്യായത്തിൽ നമ്മൾ ഹരസ്തുതി ആണ് വായിക്കുന്നത്. അഥ പഞ്ചമോധ്യായ ഹരസ്തുതി. ബ്രഹ്മോവാച ഇത്യുക്ത്വാ വിരതേ വിഷ്ണു ദേവദേവേ ജനാർദ്ദനേ ഉവാച ശങ്കര സർവ പ്രണത പുരതസ്ഥിതാം. ഇങ്ങനെ ദേവദേവനായ വിഷ്ണു ദേവിയെ സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ മുമ്പിൽ നമിച്ചുകൊണ്ട് നിന്ന ശങ്കരൻ സ്തുതിച്ചു തുടങ്ങി. ശിവ ഉവാച യതി ഹരിസ്തവ ദേവി വിഭാവാജസ്തു ധനുപത്മജ ഏവ തവോദ്ഭവ കിമഹമത്ര തവാപി ന സദ്ഗുണ സകലലോകവിധൗ ചതുരാ ശിവേ. ഹേ ദേവി, ഹരി നിന്റെ പ്രഭാവത്തിൽ നിന്നും ജനിച്ചതെങ്കിൽ ബ്രഹ്മാവും നിന്നിൽ തന്നെയാണ് ജനിച്ചത്. സഗുണനായ ഇവനും നിന്റെ സൃഷ്ടി തന്നെയല്ലേ. ശിവേ, നീ സകലവിധ സൃഷ്ടിയിലും സമർത്ഥ തന്നെ. ത്വമസി ഭൂസലിലം പവനസ്തഥാ ഘമപി വഗ്നിഗുണശ്ച തഥാ പുനാ ജനനി താനി പുനഃകരണാനി ച ത്വമസി ബുദ്ധിമനോ അപ്യദഹംകൃതേ. നീ തന്നെയാണ് ഭൂമിയും ജലവും വായുവും ആകാശവും അഗ്നിയും ഗുണങ്ങളും. അമ്മേ, ആ ഇന്ദ്രിയങ്ങളും ബുദ്ധിയും മനസ്സും അഹങ്കാരവും നീ തന്നെയാകുന്നു. ന ച വിദന്തി വിദവദന്തി ച യേ അന്യഥാ ഹരിഹരാജകൃതം നിഖിലം ജഗത് തവ കൃതാസ്ത്രയ ഏവ സദൈവതേ വിരചയന്തി ജഗത്സചാരചരം. ഈ സമസ്ത പ്രപഞ്ചവും ഹരിഹരൻ ബ്രഹ്മാവ് എന്നിവരാൽ നിർമ്മിതമാണെന്ന് ചിലർ അറിവില്ലാതെ പറയുകയാണ്. അവർക്ക് അറിഞ്ഞുകൂടാ നീ ജനി നൽകിയതും മൂലമാണ് മൂവരും കൂടി സദാ ചരാചരാത്മകമായ ജഗത്തിനെ സൃഷ്ടിക്കുന്നതെന്ന്. അവനിവായുഗവഗ്നി ജലാധിഭി സവിഷയേ സഗുണൈശ്ച ജഗത് ഭവേത് യദി തഥാ കഥമധ്യ ച തത്സുഡം പ്രഭവതീതി തവാംബകലാമൃതേ. ഭൂമി, വായു, ആകാശം, അഗ്നി, ജലം എന്നീ സഗുണങ്ങളായ വിഷയങ്ങൾ കൊണ്ടാണ് ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നതെങ്കിൽ ആ പഞ്ചതത്വങ്ങളും നിന്റെ കല തന്നെയല്ലേ. അതില്ലാതെ ഈ പ്രപഞ്ചം എങ്ങനെ വ്യക്തമായി ഭവിക്കും? ഭവസി സർവമിദം സചരാചരം ത്വമജ വിഷ്ണു ശിവാകൃതി കൽപ്പിതം വിവിധവേഷവിലാസകുതൂഹലൈർ വിരമസേ രമസേ അംബ യഥാരുചി. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നീ രൂപങ്ങളിലായി തീർന്ന് രചിച്ച ചരാത്മകമായ സമസ്ത പ്രപഞ്ചവും നീ തന്നെയാകുന്നു. വിവിധ വിലാസാദികളോടെ യഥാരുചി വിളയാടിയിട്ട് നിർത്തുകയും ചെയ്യുന്നു. സകല ലോക ശുശ്രൂഷുരഹം ഹരി കമലഭൂഷ ഭവാമ യഥാംബികേ തവ പദാംബുജ പാംസു പരിഗ്രഹം സമധിഗമ്യ തഥാ നനു ചക്രിമ. സകല ലോകങ്ങളെയും സൃഷ്ടിക്കുവാൻ ആഗ്രഹിക്കുന്ന സമയം ഹരിഹരൻ ബ്രഹ്മാവ് എന്നീ ഞങ്ങൾ മൂവരും നിന്റെ പാദാംബുജ രേണു സ്വീകരിച്ചു കൊണ്ടല്ലേ ആ സൃഷ്ടികർമ്മം നിർവഹിക്കുന്നത്. യദി ദയാദ്രമനാന സദാംബികേ കഥമഹം വിഹിതശ്ച തമോ ഗുണ കമലജഞ്ച രജോ ഗുണ സംഭവ സുവിഹിത കിമു സത്വഗുണോ ഹരി. അംബികേ, നീ സദാ ദയാദ്രചിത്തയായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ തമോഗുണപ്രധാനവും ബ്രഹ്മാവ് രജോഗുണപ്രധാനവും ഹരി സത്വഗുണപ്രധാനവുമായി സംഭവിക്കും? യദിനത്തെ വിഷമമതിരംബികേ കഥമിതം ബഹുധാ വിഹിതം ജഗത് സചിവ ഭൂപതി ഭൃത്യജനാവൃതം ബഹുധനൈരധനൈശ്ച സമാകുലം. ഹേ അംബികേ, നിന്റെ മനസ്സ് അസമമായിരുന്നെങ്കിൽ ഈ ജഗത്ത് ഇങ്ങനെ രാജാവ്, മന്ത്രി, ഭൃത്യൻ, ജനങ്ങൾ, ധനികർ, ദരിദ്രർ തുടങ്ങി പലവിധ ജനങ്ങളോ കൊണ്ട് നിറഞ്ഞതായി എങ്ങനെ നിർമ്മിക്കും? തവ ഗുണാസ്ത്രയാ ഏവ സദാ ക്ഷമാ പ്രകടനാവന സംഹരണേഷു വൈ ഹരിഹരദ്രോഹിണാശ്ച ക്രമാത്വയാ വിരചിതാസ്ത്രിജഗത് കില കാരണം.
സൃഷ്ടിത്തി സംഹാരങ്ങൾക്ക് നിന്റെ ത്രിഗുണങ്ങൾ തന്നെയാണ് സദാ സമർത്ഥങ്ങൾ. എങ്കിലും ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നിങ്ങനെ 3 പേരെ ക്രമത്തിന് കാരണമാക്കി നീ സൃഷ്ടിച്ചു. പരിചിതാനി മയാ ഹരിണാ തഥാ കമലജേന വിമാനഗതേന വൈ പതിഗതേർഭുവനാനി കൃതാനി വാ കഥയ കേന ഭവാനി നവാനി ച. ഞാനും ഹരിയും കമലജനും വിമാനത്തിൽ കയറി സഞ്ചരിക്കെ വഴിയിൽ വെച്ച് പുതിയ ലോകങ്ങൾ കാണാകെയുണ്ടായി. ഹേ ഭവാനി, പറയൂ, ആ ലോകങ്ങൾ ആര് സൃഷ്ടിച്ചതാണ്? സൃജസി പാസി ജഗജ്ജഗദംബികേ സ്വകലയാ കിയദിച്ഛസി നാശിതും രമയസേ സ്വപതിം പുരുഷം സദാ തവ ഗതിം നഹി വിദ്മ വയം ശിവേ. ഹേ ജഗദംബികെ, നീ സ്വന്തം കലകൊണ്ട് ജഗത്തിനെ സൃഷ്ടിക്കുകയും നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നിടത്തോളം സമയം പാലിക്കുകയും ചെയ്യുന്നു. അങ്ങനെ സൃഷ്ടിസ്ഥിതി സംഹാര കർമ്മത്തിലൂടെ സ്വപതിയായ പരമപുരുഷനെ സദാ രമിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഹേ ശിവേ, ഞങ്ങൾക്കറിഞ്ഞുകൂടാ നിന്റെ വഴി എന്താണെന്ന്. ജനനി തേഹി പദാംബുജ സേവനം ഭവതി ഭാഗവതാനപി നപ്സധാ പുരുഷതാമധിഗമ്യ പദാംബുജാത് വിരഹിതാക്വാലഭേന സുഖം സ്ഫുടം. ഹേ ജഗജ്ജനനി, ഭക്തരായ ഞങ്ങൾക്ക് സദാ നിന്റെ പാദാംബുജം സേവിക്കാൻ ഇടവരുത്തണേ. പുരുഷത്വം പ്രാപിച്ചാലും നിന്റെ പദാംബുജം സേവിക്കാനിടയാവാതെ വന്നാൽ സുഖം എവിടെ ലഭിക്കുമെന്ന് വ്യക്തമല്ല. ന രുചിരസ്തി മമാംബ പാദാംബുജം തവ വിഹായ ശിവേ ഭുവനേശ്വരം നിവസിതും നരദേഹമവാപ്യ ച ത്രിഭുവനസ്യ പതിപത്വമവാപ്യ വൈ. അമ്മേ, നിന്റെ പാദാംബുജത്തിലല്ലാതെ ഈ ത്രിഭുവനങ്ങളിൽ മനുഷ്യ ശരീരം സ്വീകരിച്ച് കഴിയുന്നതിലും ത്രിഭുവനപതിയായി വാണരുളുന്നതിലും എനിക്ക് തീരെ താല്പര്യമില്ല. സുതദിനാസ്തി മനാഗഭിമേരതിർ യുവതി ഭാവമവാപ്യ തവാംദികേ പുരുഷദാക്വസുഖായ ഭവത്യലിം തവ പദം നയദീക്ഷണഗോചരം. നിന്റെ പാദപത്മം എനിക്ക് ദർശിക്കാൻ ഇടവരുന്നില്ലെങ്കിൽ യുവതീഭാവം സ്വീകരിച്ച് നിന്റെ സമീപം കഴിയുന്നതിൽ ഹേ സുതതി എനിക്ക് അല്പം പോലും ആഗ്രഹമില്ല. അങ്ങനെയായാൽ പുരുഷത്വം പോലും സുഖത്തിനായി ഭവിക്കുമോ? ത്രിഭുവനേഷു ഭവത്തി അംബിക മമ സദൈവ ഹി കീർത്തിരനാവില യുവതിഭാവമവാപ്യ പദാംബുജം പരിചിതം തവ സംസൃതിനാശനം. യുവതീഭാവം കൈക്കൊണ്ട് സംസാരനാശത്തിന് ഹേതുവായ നിന്റെ പാദാംബുജം സദാ ഭജിക്കുകയാണ് ഞാൻ. എന്ന കീർത്തി ഒരു തടസ്സവുമില്ലാതെ ത്രിഭുവനങ്ങളിലും പരന്നുകൊള്ളട്ടെ. ഭുവി വിഹായ താവന്തിക സേവനം ക ഇഹ വാഞ്ചതി രാജ്യകമണ്ഡകം കണ്ഠകം ത്രുടിരസൗ കിലയാദിയുഗാത്മദാം ന നികടം യതി തേയഗ്രിസരോരുഹം. അന്തികത്തിൽ നിന്ന് നിന്നെ സേവിക്കാൻ ഇടവരുന്നില്ലെങ്കിൽ ലോകത്ത് ശത്രുരഹിതമായ രാജ്യം തന്നെയും ആര് ആഗ്രഹിക്കും? നിന്റെ സരോജത്തിൻ്റെ സാമീപ്യമില്ലെങ്കിൽ ഒരു നിമിഷം തന്നെ യുഗത്തിൻ്റെ ദൈർഘ്യമുള്ളതായി തീരുന്നു. തപസിയേ നിരത മുനയമലാസ്തവ വിഹായ പദാംബുജ പൂജനം ജനനി തേ വിധിനാ കില വഞ്ചിത പരിഭവോ വിഭവേ പരികൽപ്പിത. നിന്റെ പാദാംബുജം പൂജിക്കാതെ തപസ്സിൽ മുഴുകിയിരിക്കുന്ന മുനിമാർ അമ്മേ വിധിയാൽ വഞ്ചിക്കപ്പെട്ടവരാണ്. കാരണം നിന്റെ പാദകമലം ഭജിക്കാതെ മുക്തി സാധ്യമല്ലെന്ന കാര്യം അവർ അറിയുന്നില്ല. അതുപോലെ ഭൗതിക വിഭവങ്ങളിലും വെറുപ്പാണ് അവർക്ക്. അതില്ലാതാവാനും നിന്റെ പാദസേവകയാണ് ഏകമാർഗം. ന തപസാ ന ദമേന സമാധിന ന ച തഥാ വിഹതൈ ക്രതുഭിർയഥാ തപദാബ്ജപരാഗനിഷേവണാത് ഭവതി മുക്തിരജേ ഭവസാഗരാ. തപസ്സുകൊണ്ടും ഇന്ദ്രിയ നിഗ്രഹം കൊണ്ടും സമാധി കൊണ്ടും വേദവിഹിതമായ യജ്ഞങ്ങൾ ചെയ്യുന്നതും കൊണ്ടും സംസാരസാഗരത്തിൽ നിന്ന് മുക്തി ഉണ്ടാവുകയില്ല. അജേ,
അത് നിന്റെ പാദാംബുജത്തിലെ പരാഗസേവ കൊണ്ട് മാത്രമാണ് ഉണ്ടാവുന്നത്. കുരുദയാം ദയസേ യതി ദേവി മാം കഥയ മന്ത്രമനാവിലമദ്ഭുതം സമഭവം പ്രജപൻ സുഖിതോയഹം സുവിശദം ച നവാർണവമനുത്തമം. ദേവി, നീ ദയാമയാണെങ്കിൽ എന്നോട് ദയ കാണിക്കൂ. പരിപാവനവും അത്ഭുതവും അനുത്തമവും വിശദവുമായ നവാക്ഷരി മന്ത്രം എനിക്ക് ഉപദേശിച്ചു തരൂ. പണ്ട് അത് ജപിച്ച് ഞാൻ സുഖിയായി ഭവിച്ചിരുന്നു. പ്രഥമ ജന്മനി ജാതിഗതോ മയാ തതുധനു ന വിഭാതി നവാക്ഷര കഥയ മാം മനുമധ്യഭവാർണവാത് ജനനി താരയാ താരയാ താരകേ. പ്രഥമ ജന്മത്തിൽ ഞാൻ ആ നവാക്ഷരം പഠിച്ചിരുന്നു. അത് ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല. ഹേ താരകേ, ആ മന്ത്രം എനിക്ക് ഉപദേശിച്ചു തന്ന് എന്നെ ഭവസാഗരത്തിൻ്റെ മറുകര കടത്തിവിടണേ. ഇത്യുക്ത്വാ സാ തദാ ദേവി ശിവേനാദ്ഭുത തേജസാ ഉച്ചചാരംഭികാ മന്ത്രം പ്രസ്ഫുടം ച നവാക്ഷരം. അത്ഭുത തേജസ്വിയായ ശിവൻ ഇങ്ങനെ ചൊല്ലി സ്തുതിച്ചപ്പോൾ ആ അംബികാദേവി നവാക്ഷര മന്ത്രം വ്യക്തമായി ഉച്ചരിച്ചു കേൾപ്പിച്ചു. തഗൃഹീത്വാ മഹാദേവ പരാം മുദമാവാപ പ്രണമ്യ ചരണൗ ദേവ്യാസ്ത്രൈവാവസ്ഥിതാ ശിവ. മഹാദേവൻ അത് കേട്ട് അത്യധികം സന്തോഷിച്ചു. ദേവിയുടെ പാദം പ്രണമിച്ചിട്ട് അദ്ദേഹം അവിടെ തന്നെ നിന്നു. ജപൻ നവാക്ഷരം മന്ത്രം കാമദം മോക്ഷദം തഥാ ബീജയുക്തം ശുഭോച്ചാരം ശങ്കരസ്തവസ്തിവാംസ്തഥാ. അഭീഷ്ടദായകവും മോക്ഷപ്രദവും ബീജാക്ഷര സംയുക്തവും ശുഭോച്ചാരവുമായ നവാക്ഷരി മന്ത്രം ജപിച്ചുകൊണ്ട് ശങ്കരൻ അവിടെ തന്നെ നിന്നു. തം തദാവസ്ഥിതം ദൃഷ്ട്വാ ശങ്കരം ലോകശങ്കരം അവോജം താം മഹാമായാം സംസ്ഥിതോഹം പദാംതികേ. ലോകത്തിനാകെ സുഖം നൽകാൻ കഴിവുള്ള ശങ്കരൻ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട് മഹാമായയുടെ കാൽച്ചുവട്ടിൽ നിൽക്കുന്ന ഞാൻ ആ ദേവിയോട് ഇങ്ങനെ പറഞ്ഞു സ്തുതിച്ചു. ന വേദാസ്ത്വമേവം കലിയിതുമിഹാസന്ന പടവോ യതസ്തേ നോചുസ്ത്വാം സകലജനദാത്രീമവിലോകമവികലാം സ്വദാ ഭൂതാ ദേവി സകലമഗഹോമേഷു വിഹിതാ തദാ ത്വം സർവജ്ഞാ ജനനി ഖലു ജാതാ ത്രിഭുവനേ. അസമർത്ഥങ്ങളല്ലെങ്കിലും വേദങ്ങൾ നിന്നെ ഈ രൂപത്തിൽ വർണ്ണിക്കുന്നില്ല. അതായത് സകല ജനങ്ങളുടെയും മാതാവായി നിന്നെ പ്രകീർത്തിക്കുന്നില്ല. എന്നാൽ സകല യജ്ഞങ്ങളും ഹോമങ്ങളിലും ഹേ ദേവി നിന്റെ സ്വധാരൂപത്തിൽ അനുസ്മരിക്കുന്നുണ്ട്. സ്വധ എന്നത് നിന്റെ രൂപഭേദമായതിനാൽ നീ തന്നെയാണ് അവിടെ അനുസ്മരിക്കപ്പെടുന്നത് എന്നർത്ഥം. അപ്പോൾ നീ ത്രിഭുവനത്തിലും സർവജ്ഞയായി ഭവിച്ചിരിക്കുന്നു. കർത്താഹം പ്രകരോമി സർവമഖിലം ബ്രഹ്മാണ്ഡമത്യദ്ഭുതം കോ അന്യോസ്തി ചരാചരേ ത്രിഭുവനേ മത്ത സമർത്ഥപുമാൻ ധന്യോऽസ്മ്യത്ര ന സംശയ കില യഥാ ബ്രഹ്മാസ്മി ലോകാതിഘോ മഗ്നോഹം അവ സാഗരേ പ്രവിതതേ ഗർവാഭിവേശാദിതി. അത്ഭുതകരമായ ഈ ബ്രഹ്മാണ്ഡം മുഴുവൻ ഞാൻ സൃഷ്ടിക്കുന്നു. ഇതിൻ്റെ കർത്താവ് ഞാനാണ്. ഈ മുപ്പാരിലുമുള്ള ചരാചരങ്ങളിൽ വച്ച് എന്നേക്കാൾ സമർത്ഥനായ ഒരുവൻ വേറെ ആരുണ്ട്? ഞാൻ ധന്യനാണ്, ഒരു സംശയവുമില്ല. സർവത്തിലും അതീവവുമായ ബ്രഹ്മമാണ് ഞാൻ. എന്നിങ്ങനെ ഗർഭം ബാധിക്കെ ഞാൻ പരന്നുകിടക്കുന്ന സംസാര സമുദ്രത്തിൽ മുങ്ങിപ്പോകുന്നു. അദ്യാഹം തവ പാദപങ്കജപരാഗാധാനഗർവേണ വൈ ധന്യോ അസ്മീതി യഥാർത്ഥവാദനിപുണോ ജാതപ്രസാദാച്ഛതേ യാചേ ത്വാം ഭവഭീതിനാശചതുരാം മുക്തിപ്രദാം ചേശ്വരീം ഹിത്വാ മോഹകൃതം മഹാതിനിഗന്ധം ത്വദ്ഭക്തിയുക്തം കുരു. ഇന്നും ഞാൻ നിന്റെ പാദപങ്കജ രാഗം സ്വീകരിച്ചുകൊണ്ട് ധന്യനാണ്. നിന്റെ പ്രസാദം ലഭിച്ചതിനാൽ യഥാർത്ഥമായിട്ടുള്ളത് പറയാൻ സമർത്ഥനുമായി തീർന്നിരിക്കുന്നു. ഭുവനത്തിലെല്ലാം ഈശ്വരിയും മുക്തി നൽകുന്നവളും
സംസാരഭയത്തെ നശിപ്പിക്കുന്നവളുമായ നിന്നോട് ഞാൻ യാചിക്കുന്നു. മോഹം കൊണ്ടുണ്ടായ മഹാദുഃഖം ചങ്ങലയിൽ കുടുങ്ങിയ എന്നെ നിന്റെ ഭക്തനാക്കി തീർത്താലും അദോഹം ജാതോ വിമുക്ത കഥം സ്യാം സരോജാധമേയാത്വദാവിഷ്കൃതാധ്വേ തവാജ്ഞാകര കിങ്കരോ അസ്മീതി നൂനം ശിവേ പാഹി മാം മോഹമഗ്നം ഭവാബ്ധൗ. അതുകൊണ്ട് ശിവേ, നീ സൃഷ്ടിച്ച മഹത്തായ താമരയ്ക്കുള്ളിൽ ജനിച്ച ഞാൻ എങ്ങനെ മുക്തനാകും? നിന്റെ കൽപ്പന അനുസരിക്കുന്ന കിങ്കരനാണ് ഞാൻ എന്ന് തീർച്ചയാണ്. ഭവസാഗരത്തിൽ മഗ്നനായ എന്നെ രക്ഷിച്ചാലും ന ജാനന്തി യേ മാനവാസ്തേ വദന്തി പ്രഭും മാം തവാന്ധ്യം ചരിത്രം പവിത്രം യജന്തി ഹയേ യാജകാ സ്വർഗകാമാ ന തേ തേ പ്രഭാവം വിദം ദേവകാമം. നിന്റെ പവിത്രമായ ചരിത്രം അറിയാത്ത മനുഷ്യർ ആരോ അവരാണ് പറയുന്നത് ഞാനാണ് ആദ്യത്തെ പ്രഭുവെന്ന്. ആരാണോ സ്വർഗം ലഭിക്കുമെന്ന ആഗ്രഹത്തോടെ യാഗങ്ങൾ ചെയ്യുന്നത് അവർ നിന്റെ പ്രഭാവം ഒട്ടും തന്നെ അറിയുന്നില്ല. ത്വയാ നിർമ്മിതോഹം വിദിത്വാ വിഹാരം വികർത്തും ചതുർധാ വിധായാതിസർഗം അഹം വേദ്മി കോ വന്യോ വിവേദാദിമായേ ക്ഷമസ്വാപരാധം ത്വഹങ്കാരജം മേ. സൃഷ്ടി ചെയ്ത് വിഹരിക്കുന്നതിനു വേണ്ടി നീ എന്നെ വിധാതാവായി സൃഷ്ടിച്ചു. ആ ഞാൻ അണ്ഡജം, സ്വേദജം, ഉദ്ഭിജം, ജരായുജ്ജം എന്നിങ്ങനെ 4 വിധത്തിൽ സൃഷ്ടി നിർവഹിച്ചു. എനിക്ക് എല്ലാം അറിയാം, മറ്റ് ആര് അറിയുന്നു? ഇങ്ങനെയുള്ള അഹങ്കാരത്തിൽ നിന്നുണ്ടായ എൻ്റെ അപരാധം ആദ്യമായി നീ ക്ഷമിച്ചാലും. ശ്രമം യേഷ്ടദായോഗമാർഗേ പ്രവൃത്ത പ്രകുർവ്യന്തി മൂഢാ സമാധൗ സ്ഥിതാ വൈ ന ജാനന്തി തേ നാമ മോക്ഷപ്രദം വ സമുച്ചാരിതം ജാതുമാധർമിഷേണ. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നീ 8 വിധത്തിലുള്ള യോഗമാർഗത്തിലൂടെ പരിശ്രമിച്ച് സമാധിയിൽ എത്തുന്ന മൂഢന്മാർ അറിയുന്നില്ല നിന്റെ നാമം വെറുതെ ഒന്ന് ഉച്ചരിച്ചാൽ പോലും അത് മോക്ഷപ്രദമായി തീരുമെന്ന്. വിചാരേ പരേ തത്വസംഖ്യാവിധാനേ പദേ മോഹിതാ നാമ തേ സംവിധാഃ സംവിഹായ ന കിം ദേവി മൂഢാ ഭവാബ്ധൗ ഭവാനി ത്വമേവാസി സംസാരമുക്തിപ്രദാ വൈ. സാഖ്യം തുടങ്ങിയ തത്വചിന്താത്മകമായ വിചാരധാരയിൽ മുഴുകി നിന്റെ പേര് പോലും ഓർക്കാതെ വാക്യജാലത്തിൽ മോഹിതരായിത്തീരുന്നവരല്ലേ സംസാര സമുദ്രത്തിൽ കിടന്നുഴലുന്ന മൂഢന്മാർ. ഹേ ഭവാനി, സംസാരത്തിൽ നിന്ന് മുക്തി നൽകുന്നവൾ നീ തന്നെയാണ്. പരം തത്വവിജ്ഞാനമധേർജനൈരേ ജാനുഭൂതം തജം ദേവതേ കിം നിമേഷാർദ്ധമാത്രം പവിത്രം ചരിത്രം ശിവാചംബികാം ശക്തിരീശേധി നാമ. പരമമായ തത്വം എന്തെന്നറിഞ്ഞിട്ടുള്ള പൂർവ്വസൂരികൾ പോലും നിമിഷനേരമെങ്കിലും നിന്റെ പവിത്രമായ ചരിത്രം സ്മരിക്കാതിരിക്കുന്നുണ്ടോ? ശിവ, അംബിക, ശക്തി, ഈശ എന്നീ നാമങ്ങൾ ജപിക്കാതിരിക്കുന്നുണ്ടോ? ന കിം ത്വം സമാതാസി വിശ്വം വിദാതും ദൃശൈവാശു സർവം ചതുർധാ വിഭക്തം വിനോദാർത്ഥമേവം വിധം മാം വിധായ ദിസർഗേ കിലേദം കരോഷീതി കാമം. എന്ത് വിശ്വസൃഷ്ടിക്കു നീ സമർത്ഥയല്ലേ? തീർച്ചയായും സമർത്ഥ തന്നെ. കടക്കണ്ണിൽ ഞൊടിക്കുള്ളിൽ തന്നെ 4 പ്രകാരത്തിലുള്ള പ്രാണിസമൂഹത്തെ സൃഷ്ടിക്കാൻ നിനക്ക് കഴിയും. സൃഷ്ടിയുടെ പ്രാരംഭത്തിൽ കേവലം വിനോദത്തിനു വേണ്ടിയാണ് എന്നെ സൃഷ്ടിച്ച് നിന്റെ ഇച്ഛാനുസൃതം സൃഷ്ടികർമ്മത്തിന് നിയോഗിച്ചത്. ഹരിപ്പാലകാ കിം ത്വയാ സൗമദോർവ തദാ കൈഢഭാദ്രക്ഷിത സിദ്ധുമധ്യേ ഹരസംഹൃത കിം ത്വയാ സൗനകാലേ കഥം മേ ഭ്രുവോർമധ്യദേശാം സജാത. പ്രളയസമുദ്ര മധ്യത്തിൽ വെച്ച് മർദ്ദകൈഢവന്മാരിൽ നിന്ന് നീയല്ലേ വിഷ്ണുവിനെ രക്ഷിച്ചത്? ആ വിഷ്ണു ഭുവനപാലത്തിന് സമർത്ഥനാണോ?
കൽപ്പകാലത്ത് ശിവനെയും നീ സംഹരിക്കുകയായിരുന്നില്ലേ? അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് എൻ്റെ ഭൂമധ്യത്തിൽ നിന്ന് വീണ്ടും ജനിക്കാനിടയായത്? നതേ ജന്മ കുത്രാപി ദൃഷ്ടം ശ്രുതം വാ കുതം സംഭവസ്തി ന കോ അപീഹ വേദ കിലാദ്യാസി ശക്തിസ്ത്വമേകാ ഭവാനി സ്വതന്ത്രേ സമസ്തീരതോ ബോധിതാസി. നിന്റെ ജന്മത്തെപ്പറ്റി ഒരിടത്തും കണ്ടില്ല, കേട്ടുമില്ല. നീ എവിടെ നിന്നാണ് ജനിച്ചതെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഹേ ഭവാനി, നീ ഒരുവളാണ് ആദി പരാശക്തി. അതാണ് സമസ്ത ദേവതകളും ഉത്ബോധിപ്പിക്കുന്നത്. ത്വയം സംയുതോഹം വികർത്തും സമർത്ഥോ ഹരിസ്ത്രാതുബംബ ത്വയാം സംയുതശ്ച ഹരസംബ്രഹർത്തും ത്വയേവേഹ യുക്ത ശമാനാദ്യ സർവേ ത്വയാ വിപ്രയുക്ത. നിന്റെ ശക്തി ലഭിക്കുന്നത് മൂലമാണ് അമ്മേ ഞാൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്ക് സമർത്ഥനാവുന്നത്. വിഷ്ണു പാലിക്കാൻ സമർത്ഥനാവുന്നതും ഹരൻ സംഹരിക്കാൻ സമർത്ഥനാകുന്നതും അതുകൊണ്ട് തന്നെയാണ്. നിന്റെ ശക്തി ലഭിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ആരും അതിന് സമർത്ഥരല്ല. യദാഹം ഹരിശങ്കര കിം തദാന്യേ ന ജാതാ ന സന്ദേഹനോ വാ ഭവിഷ്യൻ ന മുഹ്യന്തി കേയസ്മി സ്തമാവാദ്യദന്തചിത്രേ വിരോധ വിവാദസ്തപധേയാൽ പാശയാനാം. ഹരിയും ഹരനും ഞാനും അതുപോലെ മറ്റുള്ളവരും ജനിക്കുന്നുണ്ടോ, ജീവിക്കുന്നുണ്ടോ, മരിക്കുന്നുണ്ടോ? അല്പബുദ്ധികൾക്ക് വിവാദത്തിനിട നൽകുന്ന നിന്റെ വിചിത്രമായ വിനോദത്തിൽ ആരാണ് ഭ്രമിക്കാത്തത്? അകർത്താ ഗുണസ്പഷ്ട ഏവാദ്യദേവോ നിരീഹേനുപാധി സദേവാകലശ്ച തദാപീശ്വരസ്തേ വിതീർണം വിനോദം സുസംപശ്യതിദ്യാദ്യഹൂരേഷു വിധിജ്ഞാ. പരമാത്മാവായ പുരുഷൻ അകർത്താവും സത്വാദി ഗുണങ്ങളിൽ പ്രതിബിംബിക്കുന്നവനും നിരീഹരനും ഉപാധിരഹിതനും സദാ നിർഗുണനുമാകുന്നു. എന്നിരുന്നാലും ആ പരമേശ്വരൻ നീ കാട്ടിക്കൂട്ടുന്ന വിശ്വരചനാവിനോദം നോക്കി രസിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ശാസ്ത്രവേദികൾ പറയുന്നു. ദൃഷ്ടാദൃഷ്ട വിഭേദേ അസ്മിൻ പ്രാക്തോ ത്വാ വൈ പുമാന്നര നാന്യകോ അഭിതൃതീയോ അസ്തി പ്രമേയേസു വിചാരിതേ. ഈ ദൃശ്യവും അദൃശ്യവുമായ പ്രപഞ്ചത്തിൽ നിനക്ക് മുമ്പേ ഉള്ളവനാണ് പരമപുരുഷൻ. ശ്രുതിയും യുക്തിയും അനുസരിച്ച് ചിന്തിച്ചാൽ ഒരാൾ ഇല്ല. ന മിഥ്യാവേദവാക്യം വൈകൽപ്പനീയം കദാചന വിരോധോ അയം മമാത്യന്തം ഹൃദയേട്ടു വിശങ്കിത. ഏകമേവ അദ്വിതീയം ബ്രഹ്മ എന്ന വേദവാക്യം മിഥ്യയാണെന്ന് ഒരിക്കലും കൽപ്പിക്കാവുന്നതല്ല. എങ്കിലും അത് അത്യന്തം അനുഭവ വിരുദ്ധമായിട്ട് എനിക്ക് തോന്നുന്നു. ഏകമേവാദ്വിതീയം യത് ബ്രഹ്മ വേദാവദന്തി വൈ സാ കിം ത്വം വാപ്യസൗ വാ കിം സന്ദേഹം വിനിർവർത്തയ. ഏകമേവാദ്വിതീയം ബ്രഹ്മ എന്ന വേദം ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. ആ ആത്മസ്വരൂപം നീ തന്നെയോ അതോ പരമപുരുഷനോ? ഈ സംശയം നിവർത്തിച്ചാലും നിസംശയം നമേ ചേത പ്രവത്യ വിശങ്കിതം വിധേയകത്വവിചാരേ അസ്മിൻ നിമഗ്നം ക്ഷുലകം മന. ഒന്നു തന്നെയോ രണ്ടോ എന്ന ചിന്തയിൽ മുഴുകി ചാഞ്ചാടുന്ന എൻ്റെ മനസ്സ് സംശയാത്മകമാണ്. അത് സംശയരഹിതമായി തീരണം. സ്വമുഖേനാഭിസന്ദേഹം ചേതുമർഹസി മാമകം പുണ്യയോഗാച്ച മേ പ്രാപ്ത സംഗതിസ്തവ പാദയോ. നിന്റെ മുഖത്തു നിന്നു തന്നെ എൻ്റെ ആ സംശയം തീർന്നു കിട്ടണം. പുണ്യാതിരേകം നിമിത്തമാണ് എനിക്ക് നിന്റെ ചേവടികളിൽ എത്തിച്ചേരാൻ ഇടയായത്. പുമാനസി ത്വം ശ്രീവാസി വദ വിസ്തരതോ മമ ജ്ഞാത്വാഹം പരമം ശക്തിം മുക്തസ്യാം ഭവസാഗരാത്. നീ പുരുഷനാണോ അതോ സ്ത്രീയാണോ? എന്നോട് വിസ്തരിച്ചു പറയൂ. പരമമായ ശക്തി സ്വരൂപം അറിഞ്ഞിട്ട് എനിക്ക് സംസാരസാഗരത്തിൽ നിന്ന് മുക്തനാവണം. ഇതി ശ്രീദേവി ഭാഗവതേ തൃതീയസ്കന്ധേ പഞ്ചമോധ്യായ. ഓം മഹാദേവേ നമഃ.